ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. രാവിലെ തന്നെ സുധി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. റെഡിയായോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ചന്ദ്ര റൂമിനുള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് ആ അമ്മ റെഡിയായെന്ന് പറയുന്നുണ്ട്. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ബക്കറ്റും പിടിച്ചിങ്ങനെ നിൽക്കുവാണേ. അല്ല ശ്രുതി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ ഈ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ട് ആരിടണോ ആന്റി എന്നുള്ള കാര്യം പറയാണേ. നീ എന്തിനാ ശ്രുതി ഇതൊക്കെ ചെയ്യുന്നത്? ആ രേവതി അലക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ നോക്കി പേടിപ്പിക്കുകയാണ്. ഇത് കണ്ട ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ശ്രുതി അവളെ നോക്കുന്നത്? അതിന് മറുപടിയായിട്ട് ശ്രുതി പറയുന്നുണ്ട്, അമ്മ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ ഷർട്ടുകളെല്ലാം ശ്രുതി തന്നെ വാഷ് ചെയ്യണോ എന്നുള്ള കാര്യം. ജോൽസിനടാ അങ്ങനെയൊക്കെ പറയോ എന്നുള്ള കാര്യം ഇത് കേട്ട് ചന്ദ്ര തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഓൾറെഡി ആന്റി എനിക്ക് ലേറ്റ് ആയിട്ടുണ്ട്, അത് പോരാത്തതിന് ദിവസം ഇതും ചെയ്യണം, ശ്രുതിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ശ്രുതി റൂമിൽ നിന്ന് അങ്ങ് പോവാണേ. ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം എന്താണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചുറ്റിയിരിക്കുന്ന ആൾക്കാർ കാരണം എനിക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് പറയണേ. നീ കാരണം നിന്നെ ചുറ്റിയിരിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം ഉണ്ടാവുക. ഇല്ല അമ്മ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, എന്തായാലും എനിക്ക് വിശക്കുന്നുണ്ട്, വാ കഴിക്കാം എന്ന് പറയണം കേട്ടോ ശ്രുതി. അത് കേട്ടിട്ടും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ. വാ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിളിച്ചു കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും രേവതി ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് രവിയെ വിളിക്കുവാണ്. അച്ഛ വരൂ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാന്ന് പറയുമ്പോൾ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല അച്ഛ, എന്തോ ചെറിയൊരു ജോലി ഉണ്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് വരുന്ന ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെ പോകാനാണ്, കാർ ഓടിക്കാൻ, അല്ലാണ്ട് എന്താണ്, കാർ ഓടിച്ചാലും എത്ര കിലോമീറ്റർ ഓടിക്കുന്നോ അത്രയും പൈസയല്ലേ വരുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അത് കേട്ട് രേവതി തിരിച്ച് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്, അതും അധ്വാനിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം. അമ്മ പറയുന്നത് പോലെ തന്നെ സച്ചിയെ കളിയാക്കുന്ന രീതിയിൽ സുധിയും സംസാരിക്കുന്നുണ്ട്. അതേസമയം എത്രയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാലും കൂടുതൽ ഒരു 500, 1000, 2000 അതിനപ്പുറത്തേക്കൊന്നും വരില്ലല്ലോ. അല്ലെങ്കിലും ഇവനെന്താ ലക്ഷക്കണക്കിലാണോ സമ്പാദിക്കാനൊക്കെ പോകുന്നത്? അവനിടാ അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ലോട്ടറി അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കളിയാക്കുമ്പോഴേക്കും നന്നായിട്ട് അധ്വാനിച്ചാൽ മതി, അത് തന്നെ അവനെ മുൻനിരയിലേക്ക് എത്തിച്ചോളൂ എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. അത് ശരി, അവൻ നല്ല വലിയ ആളായിട്ട് വരും, ഇവള് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അവൻ ഇങ്ങനെ തടിച്ച് വലിയ ആളായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കളിയാക്കുന്ന രീതിയിൽ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട രവിയാണെന്നുണ്ടെങ്കിൽ മതി ചന്ദ്രയെ പല്ല് കാട്ടിയത്, പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്ക്, അവനെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ലല്ലോ. ആര് എന്ത് വേണമെങ്കിലും അച്ഛ പറയട്ടെ, എന്തായാലും സച്ചേട്ടൻ സമ്പാദിച്ചിട്ട് ഒരു നാള് മുന്നേറി വരും, ആ സമയത്ത് എല്ലാവരും എന്താ പറയാന്നുള്ള കാര്യം നോക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതി എന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവനെന്താ തടിക്കഷ്ണൊക്കെ എടുത്ത് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. അടി കിട്ടോ എന്നുള്ള ഭയത്തില്. ഇവനെന്താ മരത്തിന്റെ വ്യാപാരമാണോ നടത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മഹേഷ് അത് എടുത്ത് സൂക്ഷിച്ചു കൊണ്ടുപോവാ എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ അല്ല സച്ചി, ഇത് കട്ടിലിന്റെ കാല് പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ അതേ അച്ഛൻ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇത് കട്ടിലിന്റെ കാല് തന്നെയാണ്. അച്ഛൻ കട്ടിൽ മേടിക്കാൻ വേണ്ടി പോയതാണോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ അതേ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ ഹാളിലിടാ എന്നുള്ള കാര്യം കൂടി സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട്. ഇപ്പൊ എന്തിനാണ് കട്ടിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നതെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും കട്ടിൽ എന്തിനാ മേടിക്കുന്നതെന്നുള്ള കാര്യം അറിയില്ലേ, കിടക്കാൻ വേണ്ടിയിട്ട്. എടാ കട്ടിലിന് എത്ര രൂപയായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അച്ഛ, എന്റെ ഫ്രണ്ട് ഒരാള് വീട് ഒഴിഞ്ഞു പോവാണ്, ആ സമയത്ത് സാധനങ്ങളെല്ലാം വിറ്റപ്പോ കട്ടിൽ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാന്ന് പറയണേ. മഹേഷ് വലിയൊരു അലമാര മേടിച്ചു എന്നും പിന്നെ വേറെ ഒരുത്തനും കൂടിയുണ്ട്, അവൻ 2 ചെയറൊക്കെ മേടിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ചെറിയ പൈസക്ക് വെച്ചാ കിട്ടിയപ്പോ ഞാനിങ്ങ് മേടിച്ചാന്ന് പറയാണ്. അതിന് ഈ വീട്ടിലെ എല്ലാ റൂമിലും കട്ടിലുണ്ടല്ലോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ ഇത് മുകളിലത്തെ റൂമിനാണെന്നുള്ള കാര്യം പറയാണേ. അതിനിടെ ആദ്യം മുകളിൽ റൂം വേണ്ട എന്നുള്ള കാര്യമാണ് സുധി ചോദിക്കുന്നത്. കെട്ടി കഴിഞ്ഞതിന് ശേഷം ഇടൂടാ, നിനക്കെന്താ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കാനുണ്ടോ സച്ചി തിരിച്ച്. അപ്പൊ അങ്ങനെയാണേ, ഇല്ലാത്ത വീട്ടിലേക്ക് നായെ കെട്ടിവെച്ച കഥയാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് സച്ചി ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോ പറയുന്നുണ്ടേ. റൂം കെട്ടുന്നത് വരെ അപ്പോ ഈ കട്ടിൽ എവിടെ ഇടുക എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഹാളിൽ ഇടുന്നുള്ള കാര്യം സച്ചി പറയാണ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ടുങ്ങാണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് നടക്കണ്ടേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ എന്താ നടക്കുന്ന വഴി ഇതല്ലേ, ആ സൈഡിലല്ലേ കട്ടിലിടാൻ വേണ്ടി പോകുന്നത് എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് എങ്കിലും രേവതി പിന്നെ സ്പേസ് ഇല്ലാണ്ടാവും എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. അല്ല പൗഡർ എടുത്തി, നിന്റെ ഭർത്താവ് ഇവിടെ എന്താ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? അവന് ഓടിപ്പോയിട്ട് കളിക്കാനല്ലേ അറിയുള്ളൂ. തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട്, ചുമ്മാ ഓരോന്ന് ഇവിടെ കൊണ്ടേ ഇട്ടോളൂ. ഇത് നോക്ക് രവിയേട്ട, റൂം എപ്പോഴാണ് കെട്ടുന്ന വെച്ചാൽ അപ്പം മേടിച്ചിടാൻ വേണ്ടി പറ. ഇത് കേട്ട സച്ചി പറയുന്നുണ്ട്, അച്ഛ ഇതുപോലത്തെ സ്ട്രോങ് കട്ടിലൊന്നും എപ്പോഴും കിട്ടില്ല, ഇത് പഴയ കട്ടിലാണെന്നുണ്ടെങ്കിലും തേക്കിലുണ്ടാക്കിയതാണ്,
നല്ല സ്ട്രോങ് ആണ്. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ എന്ന് ശ്രുതി പറയുന്ന സമയത്ത് നീ എന്താടാ മരം വ്യാപാരിയാണോ? അപ്പോഴേക്കും മഹേഷും അതുപോലെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് ബാക്കി കട്ടിലെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴേക്കും ഇത് നോക്ക് രവേട്ട, ഇതെല്ലാം കൊണ്ടുപോയിട്ട് പുറത്തിടാൻ വേണ്ടി പറ. അല്ല ചന്ദ്രേ, അവർ രണ്ടുപേരും തറയിലല്ലേ കിടക്കുന്നത്, അവര് മുകളിൽ റൂം കെട്ടുന്നത് വരെ കട്ടില് ഇവിടെ നിന്നോട്ടെ. റൂം കെട്ടിയതിനു ശേഷം അവരത് മേലെ കൊണ്ടിട്ടു. ആര്? ഇവരോ റൂം കെട്ടാൻ വേണ്ടി പോകുന്നത്? സ്വപ്നത്തെ കെട്ടിയാ കെട്ടി, അല്ലെങ്കിലും അമ്മ ഇവരൊന്നും റൂമൊന്നും കെട്ടാൻ വേണ്ടി പോകുന്നില്ല. ഒരു പേപ്പറിനകത്ത് റൂമെന്ന് എഴുതിങ്ങാണ്ട് മുകളിൽ കൊണ്ട് ഒട്ടിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്തുതിയും കളിയാക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, ഭയങ്കര ചിരിയാണ്. ചിരിച്ചോണ്ട് ഇങ്ങനെ നീ കറക്റ്റ് ആയിട്ട് തന്നെയാടാ പറഞ്ഞതെന്ന്. സച്ചിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അച്ഛാ ഞാൻ പറഞ്ഞത് ചെയ്യൂ അച്ഛാ, ഇവനാണ് നമുക്ക് തരേണ്ട 53 ലക്ഷം പേപ്പറിൽ എഴുതി തരാൻ വേണ്ടി പോകുന്നത്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതി എന്തോ പോലെ ആവുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുള്ള മട്ടിൽ ഇങ്ങനെ കാണിക്കുകയാണേ, എടാ നിനക്ക് ഞാൻ 53 ലക്ഷം ഒന്നും തരാനില്ല. നിന്റെ സ്വർണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിനക്ക് തരാനുള്ളത് ഈ 50 ലക്ഷത്തിന് 3 ഷെയർ ആക്കിയിട്ട് ബാക്കി തരാനുള്ളൂ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. എന്താടാ നീ കണക്ക് പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും അച്ഛന്റെ 50 ലക്ഷം രൂപ എന്ന് പറയേണ്ടത് നമുക്ക് 3 പേർക്കും വന്നു ചേരേണ്ടതാണ്. അപ്പോ എന്റെ ഷെയർ കുറച്ചു കഴിഞ്ഞാൽ ബാക്കി 2 പേരുടെ ഷെയർ അല്ലേ, അത്രയും ഞാൻ തരാനുള്ളൂ. ഓഹോ, നീ അങ്ങനെ പറയാണല്ലോ. അങ്ങനെയാകുമ്പോ ഈ ബുദ്ധി നിന്റെ തലേന്ന് വന്നതായിരിക്കില്ലല്ലോ, കാരണം നീ അത്രയ്ക്കൊന്നും ചിന്തിക്കില്ല. ഇത് കേട്ട ഉടനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ശ്രുതി പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ, അജിയുടെ ഷെയറും അതുപോലെ ശ്രീകാന്തിന്റെ ഷെയറും മാത്രമല്ലേ തരാനുള്ളൂ. ഓ അപ്പോ അവന്റെ കണക്ക് ടീച്ചർ നീയാണല്ലേ, പൗഡർ എടുത്ത് എന്തോ പണി ഒപ്പിച്ചതാണ്. അങ്ങനെ അവരൊരു സംസാരം അതിൽ കിടക്കുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് രവി പറയുന്നുണ്ട്, എടാ മതി, നിനക്ക് ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്, പോയിട്ട് തിന്നിട്ട് പോവാൻ നോക്കുക എന്നുള്ള കാര്യം സുധീരുടെ അടുത്ത് പറയണേ. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ കട്ടിലൊക്കെ അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ടല്ലോ, ഇവിടെ സൈഡിലിട്ട് കഴിഞ്ഞാൽ കാറ്റിട്ടൂടാ, കുറച്ച് ഇപ്പുറത്തേക്ക് ഇട്ടൂടാ എന്നുള്ള കാര്യം സച്ചിയുടെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ എന്ന് കരുതിയിട്ട് ആരെങ്കിലും നടുക്ക് കൊണ്ടെങ്ങാണ്ട് കട്ടിലിടുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി. അത് കഴിഞ്ഞ് അവരുടെ സംസാരത്തിന്റെ ഇടയ്ക്ക് എവിടെയാണ് ആണി അടിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ ഒരുത്തന്റെ തലയിൽ 2 ആണി അടിക്കാനുണ്ട്, അത് ഞാൻ ഉടനെ തന്നെ ചെയ്യാൻ സച്ചി പറയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തിനാണ് ഇതൊക്കെ മേടിച്ചോണ്ട് വന്നത്? രേവതി നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ മുകളിൽ റൂം കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടില് നമുക്ക് മുകളിലേക്ക് ഇടാൻ. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന അവിടുന്ന് ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, എല്ലാവരും ഒരാൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞിങ്ങനെ നടക്കുക എന്നല്ലാണ്ട് കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. അതുപോലെയാണ് ഇവൻ റൂം കെട്ടാൻ വേണ്ടി പോകുന്നു എന്നല്ലാണ്ട് അതൊരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. ശ്രുതിയൊക്കെ ഭയങ്കര ചിന്തയാണ്, കാരണം സച്ചിയെ രേവതിയും കളിയാക്കുന്ന കാര്യമാണല്ലോ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതൊരു വലിയ ഇതായിട്ടൊന്നും സച്ചി എടുക്കുന്നില്ല. പക്ഷെ രേവതി പറയുന്നുണ്ട്, എന്തിനാ സച്ചിയുടെ ഇതൊക്കെ എടുത്തോണ്ട് വന്നത്? കണ്ടില്ലേ അവര് ചിരിക്കുന്നവര് ചിരിക്കട്ടെ രേവതി, ഇതിനൊന്നും നീ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല. മറ്റുള്ളവർ നമ്മെ നോക്കി ചിരിക്കുന്ന സമയത്താണ് നമുക്ക് മുന്നോട്ടുള്ള ഒരു ഊർജം വരുള്ളൂ, അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നമുക്ക് കിട്ടുള്ളൂ. സച്ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേ, എന്തായാലും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ചേട്ടൻ വേഗം തന്നെ പണം അറേഞ്ച് ചെയ്തിട്ട് മുകളിൽ റൂം കെട്ടാനുള്ള വഴി നോക്കി നമുക്ക് രേവതി ചെയ്യാം. എന്തായാലും തണുപ്പ് കാലല്ലേ വരാൻ വേണ്ടി പോകുന്നത്, അപ്പൊ നമുക്ക് ടെറസിലും കിടക്കാൻ വേണ്ടി പറ്റില്ല, ഇവിടെ തറയിൽ കിടക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഇപ്പൊ കട്ടിലുള്ളത് കൊണ്ട് നമുക്ക് കട്ടിലിൽ കിടക്കാം. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യും, അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവുകയാണ്. കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് സോഫയൊക്കെ അറേഞ്ച് ചെയ്ത് ഇട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി കയറി വരുന്നത്. വർഷ വന്നോടെ തന്നെ, അല്ല ശ്രീകാന്ത് നമ്മൾ വീട് മാറി വന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഈ വീട് കണ്ടിട്ട് നിനക്ക് മാറി വന്ന പോലെ തോന്നുന്നുണ്ടോന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഇത് നോക്ക് അവിടെ ഇതാ കോട്ട് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുവാണ് കേട്ടോ വർഷ. എന്നിട്ട് ആള് വേഗം ചെന്നിട്ട് ആ കട്ടിലിൽ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ആഹാ ഇത് പുതിയതാണല്ലോ എന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്. സച്ചേട്ടൻ റൂമിൽ നിന്ന് എടുത്ത് പുറത്തിട്ടതായിരിക്കും എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ അല്ല ഇത് പുതിയതാണ്, എന്തായാലും ഈ മരം നല്ല സൂപ്പറാണ്, ഇങ്ങനെ വർഷ നിനക്ക് അറിയുന്ന എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എന്റെ നാട്ടില് ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ ഇങ്ങനെ മരമൊക്കെ വെട്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം പറയാണ്. നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് തന്നെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ എനിക്കും അറിയാം. ഇത് ബർമ വുഡ്സ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും എന്നുള്ള കാര്യം പറയാണ്. അപ്പോഴേക്കും ആള് കയറി ഇന്ന് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. വർഷ നീ എന്തൊക്കെ ഈ കാണിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ ശ്രീകാന്ത്. ഇത് അങ്ങനെ ഒന്നും പൊട്ടിപ്പോവില്ല, നല്ല സ്ട്രോങ് ആണ്, ഇത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ആള് കട്ടിലിന്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ ചാടുവാണ്. വർഷ നീ ഇറങ്ങ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ വർഷയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കാതെ കട്ടിലിന്റെ മുകളിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. ഇവളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അപ്പോഴേക്ക് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷം കൂടെ ഇറങ്ങുമെന്ന് പറയുകയാണെ. എന്താ അമ്മേ ഇത് കട്ടില് പുതിയതാണോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ പുതിയതൊന്നും അല്ല, പഴയത്, ആ സച്ചി മേടിച്ചിട്ട ആന്റി, ഇത് നല്ല സ്ട്രോങ് വുഡാണ്, ഇതൊന്നും അത്ര ഈസി ആയിട്ട് കിട്ടില്ല. അപ്പോഴേക്കും രേവതിയും സച്ചിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതിയെ കണ്ടോടെ തന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ രേവതി ചേച്ചി ഇത് നിങ്ങളാണോ മേടിച്ചോണ്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ സച്ചിയായിട്ട് മേടിച്ചോണ്ട് വന്നതാണ് അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന്. എന്തായാലും ചേച്ചി ഇത് നല്ല വുഡാണ്, ഇത് റെയർ ആയിട്ടുള്ള വുഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല, 2-3 ജനറേഷൻ വരെ ഇത് കിട്ടും എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും രവിയും അതുപോലെ തന്നെ ശ്രുതിയും എല്ലാവരും
എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കേൾക്കുമ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, അല്ല വർഷി, നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയോ? അറിയാം മംഗിൾ, എന്റെ അച്ഛൻ ഇതുപോലത്തെ ഫർണിച്ചേഴ്സ് ആണ് പുറത്തുനിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യിപ്പിക്കാറ് എന്നുള്ള കാര്യം പറയുമ്പോ സുധി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെയാണോ പുറത്തുനിന്ന് മേടിക്കുന്നത്? ഇതൊക്കെ സാധാ ക്വാളിറ്റി അല്ലേ? അല്ല സുധിയേട്ടാ, നിങ്ങൾ വലിയ ഷോറൂം ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, എന്താ ഇതുപോലെ നിങ്ങൾക്ക് അറിയില്ലേ? അത് കേട്ടിട്ട് എല്ലാവരും ചിരിക്കുന്നത് കാണുമ്പോഴേക്കും ശ്രുതിക്കും ആകെ എന്തോ പോലെ വല്ലാണ്ടായ പോലെ ആവുന്നുണ്ട്. ശ്രുതിയെ താഴ്ത്തി കെട്ടി പറയുമ്പോഴേക്ക് ശ്രുതി വീഴുന്നുണ്ട് കേട്ടോ ചാടിയിട്ട്. വർഷേ, അവര് ഹോം അപ്ലയൻസ് ഷോറൂമാണ് വെച്ചിരിക്കുന്നത്. അപ്പോ അറിയാത്തതുണ്ടെങ്കിൽ അറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കണം. എല്ലാം അറിഞ്ഞ പോലെ ചാടി വീഴാൻ വേണ്ടി നിൽക്കരുതെന്ന് സച്ചി. രേവതി ചേച്ചി വേണമെങ്കിൽ നോക്കിക്കോ, നിങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞ് നിർത്തുവാണേ. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുണ്ടാവുന്നത് വരെ ഈ കട്ടിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും. എന്തായാലും വർഷേ, നീ കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. ഈ കട്ടിലിന്റെ വില എന്താന്നുള്ള കാര്യം ഇവിടെ ചിലർക്ക് അറിയില്ല പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന്. ഇപ്പൊ ഇതും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഇതിലൊന്നും ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല. ഇത് ഒറിജിനൽ തന്നെയാന്ന് പറയടാ സുധി. ഈ വീട്ടിലുള്ള ഒരേ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്താന്നുള്ള കാര്യം അറിയോ നിനക്ക്? നീ മാത്രമാണടാ. അല്ലെങ്കിലും സുധിയേട്ടൻ ഒന്നും പ്രോത്സാഹിപ്പിച്ചിട്ട് ശീലമില്ലല്ലോ. എന്തായാലും വർഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോകുന്നതിന് മുമ്പായിട്ട് ശ്രീകാന്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് അവിടെ നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ട് ഒരു ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷനിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവരുടെ ഓണറാണ് ചെയ്യുന്നത്. അതില് കപ്പിൾസിന് പങ്കെടുക്കാൻ പറ്റും. അതിന് ഫോം മേടിച്ചിട്ടാണ് കേട്ടോ ആള് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ 3 കപ്പിൾ ഉണ്ടല്ലോ, ആന്റിയും അങ്കിളടക്കം 4 ഉണ്ടെന്നുള്ള കാര്യം ശ്രീകാന്ത് എന്ന് പറയുകയാണെ. ഇതില് ഏജ് ലിമിറ്റ് ഉണ്ട്. അതില് നമ്മൾ 3 കപ്പിൾസ് പെർഫെക്റ്റ് ആയിരിക്കും. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഫോമുമായിട്ട് ഞാൻ വന്നെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ഫോമൊക്കെ. ഫോം വായിച്ചതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, ഈ വീട്ടിലെ ബെസ്റ്റ് കപ്പിൾ എന്ന് പറയുന്നത് ഞാനും ശ്രുതിയുമാണ്. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനും വർഷയും പറയാം. എന്റെ സച്ചിയും രേവതിയും ഈ വീട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം. പിന്നെ അച്ഛ അവരുടെ കാര്യം വിട്ടേക്ക്. രേവതി, ഈ ലോകത്ത് ഏറ്റവും നല്ല കപ്പിൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും ആണെന്ന് പറഞ്ഞിട്ട് രേവതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ സച്ചി. അതെ, ബെസ്റ്റ് കപ്പിൾ ആണ്. മാസത്തില് ഒരു തവണയെങ്കിലും അടിയുണ്ടാക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളായിരിക്കും ബെസ്റ്റ് കപ്പിൾ എന്നുള്ള കാര്യം ചന്ദ്ര പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ വർഷയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് വർഷ ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട്, ആന്റി, ഭാര്യ ഭർത്താക്കന്മാരാവുന്ന സമയത്ത് പരസ്പരം അടിയുണ്ടാക്കും. പിന്നെ സച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ രേവതി ചേച്ചിയുടെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവർക്കും കൂടി ചേർത്തിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് ഫോം മേടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. എന്തിനാ വർഷേ ഞങ്ങൾക്ക് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് ആ കോമ്പറ്റീഷനിൽ നിങ്ങളും വരണോ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. ഇങ്ങനെ കോമ്പറ്റീഷൻ വെച്ചിട്ട് വേണോ, നല്ല ജോഡിയാന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അത് കേൾക്കുമ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, നിനക്കെന്താ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഭയമാണോ? ഞാൻ എന്തിനാ ഭയക്കുന്നത് രേവതി ചോദിക്കുകയാണെ. അതെ, അവിടെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കും. പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചോദ്യത്തിന് മറുപടി പറയാനല്ല അറിയാൻ പോലും അറിയില്ല. അത് വിടട്ടെ, ചോദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ചെയ്യാണെന്നുണ്ടെങ്കിൽ എടാ, ആരെങ്കിലും വന്നിട്ട് അവാർഡ് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ നിന്നെ പോലത്തെ ഫ്രോഡുകൾക്കാണ് ആവശ്യം. ഞങ്ങള് നല്ല ജോഡിയാന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അമ്മയ്ക്കും മോനും അതുപോലെ മരുമോക്കും ഭയങ്കര പുച്ഛാണേ. ഓവറായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ പിന്നെ ചോദ്യം ചെയ്യുന്നതിന് കണക്കുണ്ടാവില്ല. കാതില് കേൾക്കാനും പറ്റാത്ത അവസ്ഥയൊക്കെ ആക്കുന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയൊക്കെ കലി തുള്ളുന്നുണ്ട്. പക്ഷെ രേവതി ആണെങ്കിൽ പിടിച്ചു നിർത്തുവാണേ. സുധിയേട്ടൻ എന്തിനാണ് അവരെ ഡിസ്കറേജ് ചെയ്യുന്നത്? സച്ചിയേട്ടൻ ആ കാര്യമൊക്കെ വിട്ടേക്ക്. ആ ഫോമിനകത്ത് സച്ചിയേട്ടനും അതുപോലെ രേവതി ചേച്ചിയും സൈൻ ചെയ്യും. സുധിയേട്ടാ നിങ്ങളും ഏട്ടാ, ഞങ്ങൾക്ക് എന്തിനാണ് ഇതൊക്കെ? ജോലി ഒരുപാടുണ്ട്, തിരക്കുണ്ട്. ഇവൻ ചുമ്മാ ഇരുന്ന് വായിൽ വടയിട്ട് ചുട്ടോണ്ടിരിക്കല്ലേ, അത് അവര് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് സച്ചി ഫോം കൊടുക്കുവാണ്. പക്ഷെ രവി ആണെന്നുണ്ടെങ്കിൽ എടാ സച്ചി, ഞാൻ പറയല്ലേ, നിങ്ങൾ രണ്ടുപേരും ചേർന്നോ, നിങ്ങളും നല്ല ജോഡിയാന്ന് കേൾക്കുമ്പോൾ സച്ചിയും രേവതി മുഖത്തോട് മുഖം നോക്കുകയാണ്. പക്ഷെ ചന്ദ്ര പറയുന്നുണ്ട്, നല്ല ജോഡിയായ മാത്രം പോരാ, ജയിക്കുന്ന ജോഡിയും കൂടി ആവണം. അമ്മേ, ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളായിരിക്കും വിന്നായിരിക്കുക എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും, അല്ല ശ്രുതി ചേച്ചി, നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ ഇത്ര ഓവർ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടെന്ന് ശ്രുതി. ചിലർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവർ ഭയപ്പെടുന്നു എന്ന് സച്ചിയുടെയും രേവതിയുടെയും മുഖത്ത് നോക്കി പറയുകയാണെ. തുടർന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാ ചോദിക്കുക എന്ന്. ഒരാൾ മറ്റൊരാളെ എത്രത്തോളം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാ ചോദിക്കുക. ചില സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസും അവർ ചോദിക്കും. അപ്പൊ ഇതൊന്നും നമുക്ക് സെറ്റ് ആവില്ല. എന്തായാലും ചോദ്യം ചോദിക്കലോ അതിന് മറുപടി പറയലോ ഒന്നും നമുക്ക് സെറ്റ് ആവുന്ന കാര്യമില്ല എന്ന് സച്ചി പറയണേ. അല്ലെങ്കിൽ ഇപ്പൊ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ജയിച്ചിട്ട് വരും എന്നൊക്കെ കളിയാക്കുന്ന രീതിയിൽ ചന്ദ്ര. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, എങ്ങനെയായാലും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ജയിക്കും. പിന്നെ ആ ഒരു ഷീൽഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോഴാണ് ശ്രീകാന്ത് പറയുന്നത്, വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് മണി 1 lakh ആണ്. പൈസയുടെ കാര്യം കേൾക്കുമ്പോഴേക്കും അമ്മയും മോനും ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട്. ഫോമൊക്കെ വീണ്ടും എടുത്ത് വായിച്ചു നോക്കുകയാണ് ശ്രുതി. അത് കേട്ടിട്ടുണ്ടോ 1 ലക്ഷം എന്ന് ചോദിച്ചിട്ട് ഫോമൊക്കെ എടുത്തിട്ട് സച്ചി ഭയങ്കര വായനയാണ്.
എന്തായാലും വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവാർഡൊന്നും തരാതെ പ്രൈസ് മണി അല്ലേ തരുന്നത്, നമുക്കും ഇതിൽ പങ്കെടുത്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, എന്തായാലും ശ്രുതി പറഞ്ഞതുപോലെ നമുക്ക് ഭയമൊന്നുമില്ലല്ലോ, നമുക്കും ഇതിനകത്ത് പങ്കെടുക്കാം, ജയിക്കുന്നുള്ള വിശ്വാസം എനിക്കും ഉണ്ടെന്ന് രേവതി പറയാണ്.